ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഡംപ്ലിങ്സ്, നല്ലൊരു അറേബ്യൻ സ്വീറ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇളം ചൂടുവെള്ളം. 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതാ ഈസ്റ്റ് ഇവിടെ നന്നായിട്ടൊന്ന് ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വെള്ളം അളന്നിട്ടുള്ള അതേ സെയിം കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂണ് കോൺ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺ പൗഡർ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ക്രിസ്പി കിട്ടും. പിന്നെ 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ ആ ഒരു പരുവത്തിലല്ല വേണ്ടത്. ഇങ്ങനെ ലൂസ് ആണ്, ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമുക്ക് കോരി ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. പിന്നെ ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. പിന്നെ ഇപ്പം നല്ല ചൂടല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പൊങ്ങി വരും. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പൊങ്ങി വന്നിട്ട് താന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതൊന്ന് താന്ന് പോയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. ഓയിൽ ഒഴിച്ചിട്ടത് ഞാൻ പൈപ്പിംഗ് ബാഗിലൊക്കെയാണ് ആക്കി കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കോരി വയ്ക്കുന്ന സമയത്ത് എല്ലാ ബോൾസും ഒരുപോലെ കിട്ടും. എന്നിട്ട് കൈയൊന്ന് പച്ചവെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം ചൂടായിട്ടുള്ള ഓയിലിൽ നമ്മൾ കയ്യിലിങ്ങനെ എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. നല്ല ടേസ്റ്റാണിത്. ഗുലാം ജാമിൻ്റെ ഇതൊക്കെ അതിനേക്കാളും എനിക്കൊന്നും കൂടെ ടേസ്റ്റാണ് ഇത് തോന്നിയിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വേണം പൊരിച്ചെടുക്കാൻ. തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതാ നമ്മളെ ഫസ്റ്റിലിട്ടതോടെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഞാൻ അതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂണ് നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പും ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക.
ഇതിന് ശേഷം കുറച്ച് വെളുത്ത എള്ള് ഇത് ഓപ്ഷനിലാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേനുണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ മേളിൽ കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.